ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റീഡിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ചേതൻ ഭഗത്തിൻ്റെ 105-ാം മുറിയിലെ പെൺകുട്ടി എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ റീഡിംഗ് വ്ളോഗാണ്. ചേതൻ ഭഗത്തിൻ്റെ ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ 5.1 എന്ന് പറഞ്ഞ പുസ്തകമാണ്. അത് സിനിമയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം വായിക്കുന്ന പുസ്തകം ഇതാണ്. ആളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റുന്ന പുസ്തകമാണ്. അതായത് ലാഗൊന്നും ഉണ്ടാവാറില്ല. നമുക്കങ്ങനെ ഒറ്റയിരിപ്പിനൊക്കെ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ്. ചേതൻ ഭഗത്തിന്റെ എഴുത്തെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള എഴുത്താണ്. എന്താ പറയുക, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ആളുടെ എഴുത്തിലുണ്ടാവും. പല പുകഞ്ഞ് ആലോചിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വായിച്ചു പോവാം. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ അതിലുണ്ടാവും. ഈ പുസ്തകത്തിൽ വരാണെങ്കിൽ ഇതൊരു മിസ്റ്ററി ത്രില്ലർ പുസ്തകമാണ്. അപ്പോൾ നമുക്കിത് വായിച്ചു തുടങ്ങാം. കുറച്ച് കട്ടിയുണ്ട്, പക്ഷെ അറിയാലോ, ആളുടെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ടി നോക്കിയിട്ട് എന്താ പറയുക പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളല്ലേ സിമ്പിളായിട്ട് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്നത്. പെട്ടെന്ന് നമുക്ക് പേജ് മറക്കാൻ പറ്റും. പെട്ടെന്ന് വായിച്ചു തീരുന്നേരത്തുള്ള എഴുത്ത് തന്നെയാണ് ആളുടെ. അത് കുറേ നേരം പുസ്തകത്തിലേക്ക് നോക്കിയിരുന്നപ്പോൾ കഴുത്തൊക്കെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം ആകാശം നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ വെച്ചിട്ട് ചേതൻ ഭഗത്ത് കൂടെ യാത്ര ചെയ്യുന്ന യാത്രികനായിട്ട് നടത്തുന്ന സംഭാഷണത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. കേശവ് രാജ് പുരോഹിത് പറഞ്ഞ ആ യാത്രക്കാരൻ നരേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കഥ എഴുതിയിരിക്കുന്നത്. IIT ബിരുദധാരിയായിട്ടുള്ള കേശവ് ഒരു JEE ട്യൂഷൻ സെന്ററിൽ പരിശീലകനായിട്ട് ജോലി ചെയ്യാണ്. ആളുടെ ഫ്രണ്ടാണ് സൗരഭ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അയാൾ അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ചെയ്യുന്ന ജോലി തീരെ താല്പര്യമില്ലാത്തതാണ്. ശരിക്കും വെറുക്കാണ് ആ ജോലി. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ കേശവിന് മുൻപൊരു പ്രണയം ഉണ്ടായിരുന്നു, സാറ ലോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കശ്മീരി മുസ്ലിം യുവതി. അവർ ബ്രേക്കപ്പ് ആയിട്ടുള്ളതാണ്. പക്ഷെ ആൾക്ക് ഇപ്പോഴും അത് എന്താ പറയുക, അവളെ മറികടക്കാനായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇടയ്ക്കൊക്കെ അവളെ വിളിച്ച് ശല്യമൊക്കെ ചെയ്യുന്നുണ്ട് ആള്. ടു ബാഡ്. അതായത് സാറ മൂവ് ഓൺ ചെയ്തു ആ റിലേഷൻഷിപ്പിൽ നിന്ന്. അവൾക്ക് വേറൊരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ കേശവിന് അത് ഒട്ടും, സാറയായിട്ട് വേർപിരിഞ്ഞു എന്നുള്ള കാര്യം ഒട്ടും അവനക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ ഇടയ്ക്കൊക്കെ അവളെ വിളിച്ച് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാറയ്ക്ക് അതൊന്നും വലിയ താല്പര്യമുള്ള കേസല്ല. അങ്ങനെ ഒരു വ്യാഴാഴ്ച രാത്രി കേശവും സൗരഭവും കൂടിയിട്ട് ഫ്ലാറ്റിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശവ് തീരുമാനിച്ചിരിക്കുകയാണ്, അതായത് ഞാൻ സാറയെ ഇന്ന് വിളിക്കില്ല. അതായത് 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറയുടെ പിറന്നാളാണ്. അപ്പോൾ പിരിഞ്ഞതിന് ശേഷം അയാൾ പാതിരാത്രി ആകുമ്പോൾ സാറയുടെ പിറന്നാളിന് ദിനത്തിൽ അങ്ങനെ വിളിക്കാറുണ്ട് അവളെ. അപ്പോൾ ഇപ്രാവശ്യം ഒരിക്കലും വിളിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് അയാളുള്ളത്. അങ്ങനെ അവരിന്ന് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തമാശകളൊക്കെ പറഞ്ഞ്, അവരെ ട്യൂഷൻ സെന്ററിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, തമാശകളൊക്കെ ഓരോന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് മദ്യപിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കേശവിന്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് വിചാരിക്കുന്നത് ആരാണ് ഈ നേരത്തെ ശല്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഫോൺ ചെന്ന് നോക്കുമ്പോൾ മെസ്സേജുകൾ അയച്ചിട്ടുള്ളത് സാറയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ വിചാരിച്ച് ഞാനപ്പോൾ അത്രയും കൂടുതൽ മദ്യപിച്ചു, എനിക്കിങ്ങനെ നോക്കുമ്പോൾ സാറ മെസ്സേജ് അയച്ചു എന്നാണല്ലോ തോന്നുന്നത്. അതൊരിക്കലും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അവർ പിരിഞ്ഞു, അവള് വേറെ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ പിന്നെ അവനാണ് അവളെ വിളിച്ച് ശല്യം ചെയ്യാറുള്ളത്. അവൾക്ക് ഒരു ശല്യമായി മാറുന്നത് അവനാണ് അവൾക്ക് മെസ്സേജുകളൊക്കെ അയക്കാറുള്ളത്, വിളിക്കാൻ ശ്രമിക്കാറുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ സാറയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവനത് വിശ്വസിക്കാൻ പറ്റണില്ല. അങ്ങനെ അവൻ അത് സൗരഭിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നോക്കൂ, സാറ മെസ്സേജ് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സാറയുടെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ, അപ്പോൾ നീ എന്നെ ഒന്ന് വിഷ് ചെയ്യുന്ന പോലില്ല അല്ലേ, ഇന്ന് എൻ്റെ പിറന്നാളാണ്, നീ എനിക്ക് ആശംസകൾ അയക്കാത്തതുകൊണ്ട് ഞാൻ അല്പം അമ്പരന്ന് പോയി. അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജുകളാണ്. അത് കണ്ടിട്ട് അവർക്ക് അത്ഭുതമാവുന്നു. അപ്പോൾ സൗരവ് പറയാണ്, ഒന്നെങ്കിൽ അവൾക്ക് നിന്റെ വില മനസ്സിലായി, ഇല്ലെങ്കിൽ നീ അവൾക്ക് വിഷ് ചെയ്യാന്നപ്പോൾ അവൾക്ക് അതൊരു മിസ്സിങ് ആവുന്ന പോലെ തോന്നി, അതുകൊണ്ടായിരിക്കാന്ന് പറയാണ്. അങ്ങനെ അവള്
പറയണ എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, നീയാണ് എനിക്ക് വേണ്ടത്. പക്ഷെ അവളിപ്പോൾ വേറെ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഘു എന്നാണ് അയാളുടെ പേര്, രഘുവോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു രഘു നല്ലവനാണ്, പക്ഷെ എനിക്ക് വേണ്ടത് നിന്നെയാണെന്ന് പറയും. അപ്പോൾ അവന് അത് കേട്ടപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൻ കാത്തിരിക്കുന്നത്. അവനത് വല്ലാത്തൊരു ഫീലിംഗ് ആയി. അതായത് അവള് അനുകൂലമായ രീതിയിലാണ് ഇപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനും തിരിച്ച് മെസ്സേജ് അയക്കാണ് ഓരോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവള് പറയണം നീ എന്നെ വിഷ് ചെയ്യാൻ വരുന്നില്ലേ, അപ്പോൾ അവൻ നിന്നെ വിളിക്കാന്ന് പറയുന്നു. അപ്പോൾ അവള് പറയുന്നു അല്ല, നീ എന്നെ നേരിൽ കണ്ടുവന്ന് വിഷ് ചെയ്യ്. സമയം ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. അവൻ പറഞ്ഞു അയ്യോ ഈ നേരത്തോ, നാളെ രാവിലെ പോരാ. പറഞ്ഞ ഇല്ല ഇപ്പോൾ പോയെന്ന് പറയുന്നു. അങ്ങനെ അവളുടെ ഹോസ്റ്റൽ റൂമിലേക്ക് അവൻ ചെല്ലുകയാണ്. അങ്ങനെ കേശവ് സൗരഭിനെയും കൂട്ടിയിട്ട് സാറയുടെ ഹോസ്റ്റലിൻ്റെ അവിടെ എത്തുന്നു. അങ്ങനെ അവര് ഒരുവിധം സാറയുടെ ഹോസ്റ്റൽ റൂമിലേക്ക് കയറുന്നു. കയറിയ ശേഷം അവൻ കാണുന്നത് എന്താന്ന് വെച്ചാല് സാറ അവിടെ മരിച്ചു കിടക്കുന്നതാണ്. എന്തൊരു ഗതികേടാണ്. ഹോസ്റ്റൽ മുറിയിൽ എത്തിയിട്ട് സാറ മരിച്ചെടുക്കുന്ന കണ്ടിട്ട് കേശവ് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. സൗരഭിനാണെങ്കിൽ അവിടുന്ന് എങ്ങനെയും എസ്കേപ്പ് ആവുന്നുള്ളത് തന്നെ. അതായത് എത്രയും ഒരു അപകടം പിടിച്ചൊരു സിറ്റുവേഷനിലാണ് തങ്ങൾ പെട്ടിരിക്കണേന്ന് അവർക്ക് മനസ്സിലായി. സൗരഭിന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്തിനാണ് ആ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്നുള്ളൊരു കുറ്റബോധത്തിലാണ് അയാളുള്ളത്. പക്ഷേ കേശവ് പറയുന്നത് അങ്ങനെ നമുക്കിത് കൈയൊഴിഞ്ഞ് പോകാൻ പറ്റില്ല. കുറച്ച് മുമ്പ് ജീവനോടുണ്ടായത് സാറയ്ക്ക് ഇത് എന്താണ് പറ്റിയത്, അങ്ങനത്തെ ഒരു ചിന്തയിലാണ് ആളുള്ളത്. അങ്ങനെ അവര് കേശവ് രഘുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫോണ് കിട്ടുന്നില്ല. അതിനുശേഷം സാറയുടെ പിതാവിനെ വിളിച്ച് സംസാരിക്കുകയാണ്. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. പിന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. കേസ് എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ അവിടുത്തെ വാച്ച്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളാണ് പ്രതി എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മുടെ കേശവന് പക്ഷെ അത് തൃപ്തിയായിട്ടില്ല. അവന് പിന്നെ കുറേ സംശയമുണ്ട്. അന്വേഷണം അവൻ്റെ വഴിക്ക് കൊണ്ടുപോവാണ്. അവൻ്റെതായ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ അവൻ നടത്തി തുടങ്ങാണ്. വായിച്ചു പോകാൻ രസമാണ് കേട്ടോ. ഈ കഥ രസമുണ്ട്. നല്ല ഒരു ഇൻട്രസ്റ്റിംഗിൽ നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ കേസ് അന്വേഷിക്കുന്ന സിനിമയായാലും ഈ ഇങ്ങനത്തെ തരം ത്രില്ലർ പുസ്തകങ്ങളായാലും വായിച്ച് നമുക്കൊരു ഇതെത്തുമ്പം അതൊക്കെ നമ്മളിങ്ങനെ സംശയിക്കാൻ തുടങ്ങുള്ളൂ. ഇന്നാളായിരിക്കാം ഇതിൽ പ്രതി, ഇന്നാളായിരിക്കാം നമുക്കിങ്ങനെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ എനിക്കും അങ്ങനെ ഒരാളെ ഞാൻ സംശയിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം കഥയുടെ അവസാനം എന്താണ്. അയാൾ തന്നെയാണോ, ഊഹം ശരിയായോ, നമുക്ക് നോക്കാം. ശക്തമായിട്ടും ഞാൻ സംശയിക്കുന്നത് ആ ഒരാളെയാണ്. നമുക്ക് നോക്കാം. കുറേ നേരം ഇരുന്ന് വായിച്ചപ്പോൾ കഴുത്തൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന്. അപ്പോൾ അതേ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് സൂര്യൻ ഇന്നത്തെ പണിയൊക്കെ തീർത്ത് പോവാറായി. ഇനിയിപ്പോൾ കുറച്ചു നേരം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇരുന്നിരുന്നെൻ്റെ പുറക്കെ വേദന എടുത്ത് തുടങ്ങി. ഒരു സിനിമയൊക്കെ കണ്ട് ചായ കുടിച്ച് ബാക്കിയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ തീർത്ത് വന്നപ്പോഴേക്കും സെറ്റായി. അപ്പോൾ വീണ്ടും വായിക്കാമായിരുന്നു. കുറ്റവാളി ആരാന്നറിയാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് പേജും കൂടി ബാക്കിയുള്ളൂ. എടുക്കാൻ പറഞ്ഞ അലക്കിയിട്ട തുണിയൊക്കെ വാരിപ്പെറുക്കി കൂട്ടാൻ വേണ്ടി ടെറസിന് മുകളിൽ കയറിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. നല്ല കളർഫുൾ ആകാശം. അതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിമുട്ടി നടന്ന ശേഷമാണ് വായിക്കാനിരുന്നത്. അപ്പോൾ ബുക്ക് വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, ആക്ച്വലി ഞാൻ എന്താ പറയുക, എൻ്റെ ഊഹം ശരിയായി വന്നു. ഞാൻ പ്രതീക്ഷിച്ച വ്യക്തി തന്നെയാണ് ഇതിലെ കൾപ്രിറ്റ്. നമുക്ക് നല്ല ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും. അതായത് ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് അടുത്തത് എന്നുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ത്രില്ലർ പുസ്തകമാണത്. നല്ലൊരു പുസ്തകമാണ്. എല്ലാവരും വായിക്കാൻ ട്രൈ ചെയ്യാം. നമുക്ക് മടുക്കൊന്നുമില്ല, ലാഗൊന്നും വരില്ല. ഒരു സംഭവം കഴിഞ്ഞാൽ അടുത്ത സംഭവം അങ്ങനെ ഇതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു പോകുന്നൊരു പുസ്തകമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.